ഞങ്ങൾ ഇവിടുന്ന് വേളാങ്കണ്ണിയിലോട്ട് തിരിച്ച് ഗൈസ്. ഇനി ഇവിടെ നിന്ന് 254 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ തിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിയിലോട്ട് ഗൈസ്. ഞങ്ങളങ്ങനെ മധുരയിൽ നിന്ന് ഫുഡ് കഴിച്ച് ആര്യയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് കാരക്കുടി നോക്കി പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് മാപ്പ് കാണിച്ചത് സ്ട്രൈറ്റ് ഒരു 12 കിലോമീറ്റർ പോവുകയാണെങ്കിൽ കാരക്കുടി വരും. കാരക്കുടിയിൽ നിന്ന് റൈറ്റ് എടുത്ത് നമുക്ക് അകത്തോട്ട് പോവേണ്ട പോലെയാണ് കാണിക്കുന്നത് ഗൈസ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഊണ് അടിപൊളിയായിരുന്നു ഗൈസ്. ഞാൻ ഊണ് കഴിച്ച് മണിക്കുട്ടാൻ വെജിറ്റബിൾ ബിരിയാണി കഴിച്ച്. ഊണിന് പപ്പടം ഫ്രീ ആയിരുന്നു ഗൈസ്. അത്യാവശ്യം വലിയ സൈസ് പപ്പടമാണ് അവർ തന്നത്. പിന്നെ മണിക്കുട്ടന് പപ്പടം ഇല്ലാത്തതുകൊണ്ട് ചോദിച്ച് വാങ്ങിച്ച് അതിന് മാത്രം ഒരു 5 രൂപ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഫുഡ് ക്വാളിറ്റിയും കൊള്ളാം, ടേസ്റ്റും കൊള്ളാം ഗൈസ്. അടിപൊളിയാണ്. ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈവേ ആണ് കഴിച്ചത്. ഇവിടെ നിന്ന് സ്ട്രൈറ്റ് പോകണം ഗൈസ്. അത്യാവശ്യം തിരക്കുള്ള ഹൈവേ ആണ് ഗൈസ്. പുറകിൽ നിന്നൊക്കെ ബസ്സൊക്കെ വരെയാണ്. അപ്പോൾ അത് നമുക്ക് സൂക്ഷിച്ചും കണ്ടൊക്കെ ഓടിയാണ് ഗൈസ്. അവന്മാർ അത്ര ലോഡാണ് നമ്മൾ അടുത്തൂടെയൊക്കെയാണ് കയറി പോണത്. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരക്കുടി മധുര ഹൈവേ. ഈ 10 കിലോമീറ്റർ നമ്മളിങ്ങനെ തുടർന്ന് പോകണം. ഇതാണ് കാരക്കുടി മധുര ഹൈവേ റോഡ്. പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. മധുരയിൽ ഫേമസ് ആയിട്ടുള്ള സാധനമാണ് മധുര ആനമല. കാണിച്ചില്ല ഗൈസ്. അപ്പോൾ ഗൈസ് ആനമല മധുരയുടെ സ്പെഷ്യലാണ്. ദൂരിക്കുന്നതാണ് ഗൈസ് ആനമല. ആരോ കാണാം, അതാണ് മല ഗൈസ്. ഈ മലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റുള്ള മലകളൊക്കെ ആണെങ്കിൽ ഗൈസ് നല്ല ഹൈറ്റിൻ്റെ ഇരിക്കും. ഇതും ഹൈറ്റുള്ള മലയാണ്, പക്ഷേ വാനം തൊട്ട ആ ഹൈറ്റല്ല. ഇത് അത്യാവശ്യം ഒരു ഹൈറ്റുള്ള മലയാണ് ഗൈസ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് നല്ല ലെങ്തുള്ള മലയാണ് ഗൈസ്. നല്ല ലെങ്ത് കൂടിയ മലയാണ്. നീണ്ട് കിടക്കും ഗൈസ്. നീണ്ടെന്ന് പറയുമ്പോൾ ഒരു 2-3 കിലോമീറ്റർ അങ്ങ് നീണ്ട് കിടക്കുന്ന പോലെയൊക്കെ ഇരിക്കും ഗൈസ്. അതൊരു നിലത്തിൻ്റെ പുറത്ത് ഒരു ആനയോ എന്തെങ്കിലും കിടന്നാൽ എങ്ങനെ ഇരിക്കും, അമ്മാതിരിയുള്ള ഒരു ലുക്കിലാണ് ആ മല ഇരിക്കുന്നത് ഗൈസ്. അതുകൊണ്ടായിരിക്കും അതിന് ആനമല എന്ന് പേര് വന്നത്. ചിലപ്പോൾ അത് ആനമലയാ ഇല്ലേ എന്നൊരു ഡൗട്ടാണ് ഗൈസ്. കാരണം മധുരയിൽ എന്തോ ആനമല ഉണ്ടെന്നാണ് പഠിച്ചിട്ടുള്ളത്. പണ്ടെന്തോ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് ഞങ്ങൾ തട്ടി വിട്ടാണ് ഗൈസ്. ശരിക്കും അത് ആനമലയാണെന്ന് തോന്നുന്നു, പക്ഷേ അത് ആനമലയായിരിക്കാനാണ് ചാൻസ്. കൺഫേം പറയുന്നില്ല ഗൈസ്. അത് ആനമലയായിരിക്കാനാണ് ചാൻസ്. പിന്നെ നല്ല ചൂടുണ്ട്, നല്ല വെയിലുണ്ട് ഗൈസ്. ഹൈവേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ. കുറച്ച് ദൂരം കൂടെ പോകണം. കുറച്ച് ദൂരം മീൻസ് കിലോമീറ്റർ പോകാൻ ശരിക്കും കിടക്കുകയാണ് ഗൈസ്. ഇനിയും ശരിക്കും ദൂരങ്ങളുണ്ട് ഗൈസ് പോകാനായിട്ട്. ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാ അടുത്തെത്തിയിരിക്കുന്നു ഗൈസ് ആനമല. ദേ കാണുന്നത് ആനമല, അതാണ് ഗൈസ് ആനമല. കണ്ട ഗൈസ്, ആ ലെങ്ത് കണ്ട ഗൈസ്. എന്തോ ഒരു ജന്തു ആ തറയുടെ പുറത്ത് കിടക്കുന്ന ഉള്ളൊരു ലുക്കിലാണ്. അത്യാവശ്യം മരങ്ങളും കുറച്ച് വീടുകളും ഇരിക്കുന്നതുകൊണ്ട് അത് ക്ലിയറായി കാണാൻ പറ്റുന്നില്ല ഗൈസ്. കണ്ട ഗൈസ്, അതിൻ്റെ ലെങ്ത് കണ്ട ഗൈസ്. അങ്ങ് നീണ്ട് കിടക്കുകയാണ് ഗൈസ്. ഇത് കാണുമ്പോൾ എനിക്ക് സബ്മറീൻ്റെ ഓർമ്മയാണ് ഗൈസ്. കണ്ടോ, അതിൻ്റെ അതേ ലുക്കാണ്. അതിൻ്റെ എഡ്ജ് കണ്ടോ ഗൈസ്, അങ്ങ് അറ്റത്തിൽ നിന്ന് ഇങ്ങ് അറ്റം വരെ നീണ്ട് കിടക്കുകയാണ് അത്. വാവ്, ബ്യൂട്ടിഫുൾ ഗൈസ്. അടിപൊളിയായിരിക്കും കേട്ടോ. ഇനി ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ചെല്ലാനായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യാം. നിങ്ങൾ പറ ഗൈസ്, ഞങ്ങളിങ്ങ് ചെല്ലണോ വേണ്ടേ? അപ്പോഴേ അടുത്തുള്ള വീഡിയോക്ക് നമുക്ക് പോണ വഴിയിൽ വെച്ച് കാണാം. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. മീൻസ് ഞങ്ങൾ പോയ വഴിയിലുള്ള സ്പെഷ്യലായിട്ടുള്ള സാധനം അത് ആ മലയാണ് ഗൈസ്. ഫസ്റ്റ് ഒരു 10 കിലോമീറ്റർ ഹൈവേയിൽ ട്രാവൽ ചെയ്തു. പിന്നെ ഒരു 17 കിലോമീറ്റർ ഹൈവേയിൽ ട്രാവൽ ചെയ്തു. അതിന് ഒരു 28 കിലോമീറ്റർ കഴിക്കാൻ പോകണമെന്ന് ഉറപ്പുണ്ട്. അപ്പോൾ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഗൈസ് തളർന്നു ഗൈസ്. വെറും 432 കിലോമീറ്ററേ ഉള്ളൂ കൊല്ലത്തീന്ന് ഇവിടെ വരാൻ. പറയുന്നേരം നല്ല അടിപൊളിയായിരുന്നു. ഞാൻ വീട്ടിൽ ഒരു വലിയ വാചകം പഠിച്ചു, അതൊക്കെ ഞാൻ പുല്ലുപോലെ ഓട്ടി. 232 കിലോമീറ്റർ ആയപ്പോൾ എൻ്റെ എല്ലാം കലങ്ങി ഗൈസ്. പിന്നെ മണിക്കൂട്ടം കയറി. നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല. ലോങ് ട്രിപ്പ് എന്ന് പറയണത് നമ്മൾ എടുത്ത ഉടനെ പോയി തള്ളാന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കരുത്. എന്താ പറയുക, കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നല്ല ദേഹമൊക്കെ നല്ല വേദന ഉണ്ട്, പറയാതിരിക്കാൻ പറ്റൂല. പറഞ്ഞേ പറ്റൂ. എന്ത് ചെയ്യാൻ, നല്ല വേദന ഉണ്ട്. ഇനി നേരെ റൂമിൽ ചെന്നിട്ട് കിടന്ന് ഉറങ്ങിയാൽ കൊള്ളാൻ ഒരുമാതിരി ശരീരവേദന. കാണാനായിട്ടൊന്നുമില്ല. ഇനി ഇതേപോലെ വിജനമായി അങ്ങോട്ട് അപ്പുറത്തും ഇപ്പുറത്തും കുറ്റിക്കാടും ഈ സ്ഥലമേ ഉള്ളൂ, വേറെ ഒന്നും കാണാനില്ല കൈസ്. ഇനി നമുക്ക് മെയിനായിട്ട് കാണാനുള്ളതെന്ന് പറയുമ്പോൾ വേളാങ്കണ്ണി പോയി എന്തെങ്കിലും അവിടെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്താലും എന്തായാലും ഈ എപ്പിസോഡ് എന്തായാലും ബോറായിരിക്കും, കാരണം കാണാനായിട്ടൊന്നുമില്ല. ഒന്നുമില്ല. എന്നാലും മാക്സിമം ഞങ്ങൾ കാണിക്കുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുക ഗൈസ്, അത്രേ പറയുന്നുള്ളൂ. നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങളെ ഫുൾ ഇൻസ്പിറേഷൻ. ഞങ്ങൾ കൊല്ലത്തിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരെ വന്നു എന്തിനാണ്? ഇതിനൊക്കെ വേണ്ടിയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി വേളാങ്കണ്ണി ചെന്നിട്ട് കാണാം. ഇടയ്ക്ക് നല്ല അടിപൊളി എന്തെങ്കിലും കാഴ്ചകൾ കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഷൂട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, ബൈ. എൻ്റെ ആണെങ്കിൽ 2 വട്ടം ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ച് തണ്ടേ. റോഡ് ക്ലോസ്. എങ്ങോട്ട് നോക്ക്. അല്ല, എല്ലാത്തിനും അവളാണ് കാരണം. ആര്? ഗൂഗിൾ മാപ്പ്. എൻ്റെ ആണെങ്കിൽ ഗൂഗിൾ മാപ്പ് ഓണാക്കി വെച്ച് ഫോൺ എടുത്ത് പോക്കറ്റ് വെച്ചിട്ട് വോയിസ് കേട്ട് പോവാം. വോയിസ് കേട്ടോണ്ട് റോഡ് ക്ലോസ്. ഇവിടെ കൊണ്ട് വയ്യ ഗേസ്, ഇവിടെ കൊണ്ട് വയ്യ. ഇത് ചുറ്റിക്കറങ്ങി എത്ര കിലോമീറ്റർ പോകാൻ ആൾക്കാർ ഏതോ കാറ്റ് റൂട്ട് വഴി കൂടെ ഒക്കെ ദാ പോണ്. എത്തോന്ന് അറിഞ്ഞൂടാ, എത്തിക്കോ? ഇതല്ലാതെ 7 മണിക്ക് എത്തണ്ട. നോക്കിയോ, 2 വട്ടം പാടി. അത് ഇളണി എവളോക്ക മണിക്കൂട്ടെ, അത് ഏതാണോ? കരിക്കൂടിയാ? ഇത് 40. ഓ, 2 ആളതിന്. വീഡിയോ എടുക്കലല്ല. മണിക്കൂട്ടം തീർന്നു കഴിച്ചു. അക്ക എന്താടത്തോടാ പേരെന്നാക്ക? മണമേൽപ്പെട്ടി നിറ. മണമേൽപ്പെട്ടി. സാർ മണിക്കൂട്ടൻ സാർ, അവന് വഴി തെറ്റിച്ച് ക്ഷീണം മാറട്ടെ. അടുത്തെനിക്കുള്ളതാണ്. താങ്ക് യു. എൻ്റെ കരുത്ത് കിട്ടി. ക്ഷീണം എൻ്റെ മുഖത്ത് തന്നെ അറിയാം. അപ്പം ഇനി കരിക്കൂടിച്ചിട്ട് ക്ഷീണം എങ്ങനെ ഉണ്ടെന്ന് അറിയാം. 4 വട്ടം വഴി തെറ്റിച്ചു. കൊള്ളാം, അടിപൊളി.
അടിപൊളി അടിപൊളി നീ ചെറുതാണ് തീർന്നില്ല കേട്ടോ സംഭവം ഇനിയുണ്ട്. ഞങ്ങൾ തുടങ്ങണം. സൗണ്ട് കേട്ടോ, അത് അകത്ത് ഇനിയും ഉണ്ട്. വിട്ടുതരൂ ഇങ്ങനെയൊന്നും ചെയ്യരുത്. വേളാങ്കണ്ണി പോലാ നിനക്ക് ഇത് ഇന്ന മരി എടുത്ത് കൊടുക്കാം. അല്ല പരവായില്ല, ഇത് പോതും, അത് പോതും. அது சாப்பிட மாட்டேன், இப்படி இருந்து தான் சாப்பிடுவேன். அது அவ்வளோ போதும்க்கா, இருக்கிறது போதும். இளங்கருக்கு അടിപൊളി ഇളങ്കருக்கு. ഇനി എപ്പോഴത് ഇനി 8 മണിക്ക് എത്തുന്ന മാപ്പ് കാണിക്കണത്. എന്തായാലും 8 മണിക്ക് എത്തൂല. ഫാക്ടറി ആണോ എന്താണെന്ന് അറിയില്ല. ഫുള്ളും സോളാർ തെങ്കാശ് തൊട്ട് കാണാൻ തുടങ്ങിയാണ് നെൽപ്പാടം. എന്തോ ചെറിയ ചെറിയ ഫാക്ടറിയാണ്, ചെറിയ ചെറിയ. എത്ര കൊണ്ടുപോകാൻ പോകണല്ലോ. തോട്ടം കണ്ടോ? അയ്യോ ചന്തി വേദന എടുത്തു വയ്യ ഗൈസ്. ഉണ്ടോന്നല്ല പറഞ്ഞൂടെ, ഫുള്ള് ഹമ്പാണ്. 100 ഒതുക്കണമെങ്കിൽ നല്ല തോന്നിക്കും. മേലത്തുണ്ടോ ഒതുക്കാതെ? നമ്മളിനി കുറച്ച് 2 മിനിറ്റും കൂടെ വണ്ടി ഒതുക്കി നിർത്തി ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോവാം. ചാവും, നല്ല ടയർഡാവും. അല്ല ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ റെസ്റ്റ് എടുത്തിട്ട് പോകാൻ വിചാരിച്ച്. അതിൻ്റെ ചത്ത് ഇനി അവന് ജീവയില്ല. അവൻ എങ്ങനെയെങ്കിലും വേളാങ്കണ്ണി എത്തിയാൽ മതി. എത്തോടാ, ഇനി ഒരു 144 കിലോമീറ്റർ. ഹൈവേ ശരിയായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല കഴിച്ചു. ഇത് നമ്മൾ ഇടയ്ക്കും ഷോർട്ട് കട്ടും ഓരോ ഗ്രാമത്തിനകത്തൂടെ കയറി ഞങ്ങളെ ഫുള്ളും തിളപ്പിച്ച്. ഉള്ള ഗ്രാമങ്ങളെല്ലാം കയറി, ഇനി കയറാൻ ഗ്രാമങ്ങളില്ല. അത്ര കയറാൻ ചുറ്റി. ചെക്കനും കുറച്ച് റെസ്റ്റ് കൊടുത്തു. വെള്ളം കൊണ്ടാ ചെന്നൊരു കടതി. എനിക്കിപ്പോൾ അതാണ് വേണ്ടത്. ഇതേ ക്ഷീണത്തിൽ പോയി റൂമിൽ പോയി ഒരു കട കുളിച്ചിട്ട് സ്വർഗം.
അല്ലേ? സ്വർഗമാണ് ഗൈസ്, അത് സ്വർഗം. വേറെ ഒന്നുമില്ല, ഇവിടെ ഫുള്ളും കാടും വിജനമായ സ്ഥലങ്ങൾ. എന്തോ വട്ടില കൊണ്ട് ഒരു രക്ഷ. എന്തോ ഫാക്ടറി ആണോ, വലിയൊരു ഫാക്ടറി. ഫ്രണ്ട്സ്, അങ്ങനെ രാത്രിയായി. സമയം 6:40. ഇനിയുണ്ട് 2 മണിക്കൂർ. 117 കിലോമീറ്റർ ഉണ്ട്. ഇനി കുറച്ച് രാത്രി കാഴ്ചകളായിരിക്കും. വേറെ ഒന്നും കാണാനില്ല, രാത്രി കാഴ്ചകളാണ്. എന്താ ഫ്രണ്ട്സ്, ഇവിടുത്തെ ബസ്സിൻ്റെ സീരിയൽ ബൾബിട്ട് പോകണം കേട്ടോ. ഇവിടുത്തെ ബസ്സൊക്കെ അങ്ങനെ അടിപൊളിയാണ്. സീരിയൽ ബൾബ് മേലെ വച്ചിട്ട പോലെയാണ് ഇവിടുത്തെ ബസ്സൊക്കെ, തമിഴ്നാട് ബസ്. പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ട്. രാത്രി 6 മണി 7 മണിയാകുമ്പോൾ ഇനിയുണ്ട് 106 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ നമ്മൾ പതിയെ പോകണം. ഫ്രണ്ട്സ്, റൂട്ട് വരുമ്പോൾ നോക്കണമെന്നുണ്ട്. റോഡിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് നടന്നു പോകണം. റോഡിൻ്റെ സെൻറ്റർ അത് രാത്രിയൊക്കെ വരുമ്പോൾ നോക്കി വരണം. രാത്രി വരുമ്പോഴേ ഇതേപോലെ കൂട്ടാൻ എപ്പോൾ വേണോ മുന്നിലോട്ട് ചാടാം. ഇതിനെ ഫുള്ള് അഴിച്ചു വിട്ടിക്കാണ് ഇവിടെ. അതാണ് ഇവിടുത്തെ രീതി. അങ്ങനെ രാവിലെ അഴിച്ചു വിടും. അത് പിന്നെ ഇഷ്ടമുള്ള സമയത്ത് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വൈകിട്ട് അങ്ങ് പോയത്. അതുകൊണ്ട് ഈ റൂട്ട് വരുമ്പോൾ അതുകൊണ്ട് പറഞ്ഞല്ല, കുറെ എണ്ണം വഴിവറിക്കാർക്ക് ഇങ്ങനെ ആൾക്കാർ ആളുകളൊക്കെ റോഡിലായിട്ട് കളിച്ചു പോയി. ഞങ്ങള് ഹോട്ടലിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് ഹോട്ടൽ. ഇതാണ് ഐഡിയ ഗ്രൂപ്പ് അതുണ്ടാ പയ്യന്മാർക്ക് ഐഡി ഗ്രൂപ്പ് അവിടെ പയ്യന്മാർക്ക് ഐഡി ഗ്രൂപ്പ് അതെടുക്കാം ആധാർ കാർഡ് കൊടുക്കും. പോയി ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ രാവിലെ കാണാം. ഈ റൂമിൽ പോയിട്ട് റൂമിൻ്റെ ഞങ്ങൾ ഹോട്ടലിൻ്റെ അകത്ത് കയറി. ഹോട്ടൽ നമ്മൾ റൂമിൽ ചെക്കിനൊക്കെ ചെയ്തോണ്ട് സെക്കൻഡ് ഫ്ലോർ. എങ്ങനെയുണ്ടായിരുന്നു യാത്ര റൂമിൽ ചെന്നിട്ട് പറയാം ഗൈസ്. ചത്തെന്ന് വെച്ചാൽ ചത്ത് വണ്ടി ഓടിച്ച് അങ്ങനെ ഫൈനലി ചെക്കിൻ ചെയ്ത് നമ്മൾ റൂമിലോട്ട് പോവാണ്. ഇനി പോയി കുളിച്ച് ഫ്രഷ് ആയിട്ടൊന്ന് കിടന്നാ മതി. നമ്മൾ റൂമിൽ കയറി. റൂമിൽ ലൈറ്റ് ഇടാ. റൂമിൽ ലൈറ്റ് ഇടട്ടെ. ആദ്യം കൂട്ട് അതിന് നമ്മൾ റൂമിൽ
നമ്മളെല്ലാം ഒതുക്കിയിട്ട് നമ്മൾ വീഡിയോ ഫ്രണ്ട്സ്. ഇതാണ് റൂം. ടി വി ഉണ്ട്, നല്ല അടിപൊളി ബെഡ്, കണ്ണാടി, ഒരു കബോർഡ്, പിന്നെ ബാത്റൂം കാണിച്ചില്ല. ബാത്റൂം ഇതാണ് ബാത്റൂം. ഒരു അടിപൊളി ബാത്റൂമാണ്. അവിടെ കണ്ണാടിയൊക്കെ ഉണ്ട്. ബാത്റൂം അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ അടുത്തതിന് നല്ല അടിപൊളി റൂമാണ്. റൂമുണ്ടല്ലേ? റൂമുള്ളതാണോ? റൂമുള്ളതാണോ? കിടന്നുറങ്ങാനല്ലേ ഗൈസ്, അതൊരു ചെറിയ ബസ് സ്റ്റാൻഡ് കിട്ടിയാലേ ഞങ്ങൾക്കോ. ഇനി ഈ റൂം പറയണം. അത്രയ്ക്കാവുമ്പോൾ വെറുത്തായി. അവ ഇനി വരില്ലേ? ഇനി ഉറപ്പായിട്ട് ഇതൊക്കെ ട്രിപ്പൊന്നും വരില്ലെന്നുണ്ടോ? അടിപൊളി മറുപടി. അപ്പോൾ നമ്മളിവിടെ വേളാങ്കണ്ണി ഫൈനലി നമ്മൾ വേളാങ്കണ്ണി എത്തി. നമ്മളങ്ങനെ വേളാങ്കണ്ണി എത്തി. ഇനി നാളെ രാവിലെ 7 മണിക്ക് എണീറ്റ് നമ്മൾ വേളാങ്കണ്ണി പള്ളിയിലൊക്കെ പോയി. അപ്പോൾ ആ വീഡിയോ അടുത്ത ദിവസം കാണാം നമുക്ക്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം. ബൈ ബൈ. അതെ ബൈ ബൈ. പോയി കിടന്ന് ഉറങ്ങി ഗൈസ്. ഓക്കെ ബൈ.